നമസ്കാരം. ഈ ചിത്രം ഇപ്പോൾ ലോകത്തിൻ്റെ മുന്നിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ചിത്രത്തെക്കുറിച്ച് പറയും മുമ്പ് ഒരു ആമുഖം പറയാനുണ്ട്. ഡൊണാൾഡ് ട്രംപിനെ പറ്റിയാണ്. ട്രംപ് ഇറാനും ഖത്തറും മുതലൊടുക്കം വെനസ്വേലയെ വരെ ആക്രമിച്ച് ലോകത്തെമ്മാടിയായി നടക്കുകയാണ്. വെനസ്വേലൻ പ്രസിഡന്റിനെയും കുടുംബത്തെയും ആ രാജ്യത്തിൻ്റെ പരമാധികാരത്തിലേക്ക് നുഴഞ്ഞു കയറി തട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. അതൊരു മര്യാദയുമില്ലാതെ എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയുകയും ചെയ്യുന്നു. ഭരണാധികാരി എന്ന നിലയിൽ ട്രംപിന് അധികാരത്തിൻ്റെ ബാധയേറ്റ് സംഹാരമൂർത്തിയായി സ്വയം മാറുന്ന മാനസിക നില തെറ്റിയ നിലയിലുള്ള കാഴ്ചയാണ്. മറ്റൊരു രാജ്യത്തിൻ്റെ പരമാധികാരത്തിൽ വരെ കടന്നു കയറാൻ ഒരു ലജ്ജയുമില്ലാത്ത ഭരണാധികാരി. ഏറ്റവും ഒടുവിൽ ട്രംപിനെ പ്രകോപിപ്പിക്കുന്ന ഒരു കാര്യം അങ്ങ് കൊറിയയിൽ നടക്കുകയാണ്. ഇത് ഉത്തര കൊറിയൻ പ്രസിഡന്റ് കിം ജോങ് ഉന്നിൻ്റെ മകൾ കിം ജൂവിനൊപ്പമുള്ള ചിത്രമാണ്. പുതുവത്സര ആഘോഷങ്ങൾക്കിടയിൽ 13-കാരിയായ മകളെയും കൊണ്ട് കുടുംബ ശവക്കല്ലറ സന്ദർശിക്കുന്ന ചിത്രം ലോകമാധ്യമങ്ങൾ ആഘോഷിക്കുകയാണ്. ഉത്തര കൊറിയ തന്നെ പുറത്തുവിട്ടതാണ്. കിം ജോങ് ഉന്നിൻ്റെ പിൻഗാമിയായി 13-കാരിയായ കിം ജൂവിനെ പ്രഖ്യാപിക്കും എന്ന വാർത്തയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ പ്രധാന ഊഹങ്ങൾ. വരാനിരിക്കുന്ന പാർട്ടി കോൺഗ്രസിൽ പ്രഖ്യാപനം ഉണ്ടാകും എന്ന് അമേരിക്കൻ മാധ്യമങ്ങളടക്കം പ്രതീക്ഷിക്കുന്നു. അതിൽ അമേരിക്ക പ്രകോപിപ്പിക്കാൻ എന്താണുള്ളത് എന്ന് നിങ്ങളിപ്പോൾ ആലോചിക്കുന്നുണ്ടാവില്ലേ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതിൻ്റെ തുടർച്ചയായിട്ട്. എന്നാൽ അങ്ങനെയുണ്ട്, ഒരു കാര്യമുണ്ട്. അത് ചില്ലറ കാര്യവുമല്ല. മകൾ വന്നാലും ഇല്ലെങ്കിലും ഒരു വമ്പൻ നീക്കം സമാന്തരമായി കൊറിയയെ കേന്ദ്രീകരിച്ച് നടക്കുന്നു. അത് അമേരിക്കയ്ക്ക് പ്രകോപനം ഉണ്ടാക്കുന്നതാണ് എന്നതാണ്. തൊട്ടടുത്ത് ഉത്തര കൊറിയയുടെ നിതാന്ത ശത്രു ദക്ഷിണ കൊറിയയിൽ ആണ് അതിൻ്റെ എല്ലാ നീക്കങ്ങളും പുറത്തു കാണുന്നത്. മകൾ അധികാരത്തിൽ വരും മുമ്പ് കിം ജോങ് ഉന്നും അറിഞ്ഞുകൊണ്ടുള്ള നീക്കമാണോ അത് എന്നതാണ് അമേരിക്കയുടെ ആശങ്ക. അമേരിക്കയെ പ്രകോപിപ്പിക്കുന്ന ആ നീക്കം ദക്ഷിണ കൊറിയയിൽ നിന്ന് ഉണ്ടായത് എന്താണ് എന്നുള്ളതല്ലേ? അത് കഴിഞ്ഞ ദിവസമാണ് ഉണ്ടായത്. അതിലേക്ക് ഞാൻ നേരിട്ട് വരികയാണ്. ഇത് ഉത്തര കൊറിയയുടെ പത്രമാണ്. കിം ജോങ് ഉന്നിൻ്റെ സ്വന്തം പത്രം, റോഡോങ് സിൻ മുൻ എന്ന പേരുള്ള പത്രം. നമുക്കിത് വായിച്ചാൽ മനസ്സിലാവില്ല, നമുക്ക് കൊറിയൻ ഭാഷ അറിയില്ല. പക്ഷേ നമുക്ക് ഈ ചിത്രം എന്താണെന്ന് ഇൻ്റർനെറ്റിലൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എടുത്തിട്ടാണ്. അമേരിക്കൻ മാധ്യമങ്ങൾ ഉത്തര കൊറിയയുടെ പ്രൊപ്പഗണ്ട പത്രം എന്ന് ആക്ഷേപിക്കുന്ന പത്രമാണിത്. ദക്ഷിണ കൊറിയയിൽ അമേരിക്കൻ സമ്മർദ്ദത്തിൻ്റെ തുടർച്ചയായി ഇക്കാലം അത്രയും ഉണ്ടായ നിരോധനങ്ങളുടെ കൂട്ടത്തിൽ ഈ പത്രവും ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 2025 അവസാനം ആ നിരോധനം ദക്ഷിണ കൊറിയ നീക്കിയിരിക്കുകയാണ്. ഉത്തര കൊറിയയോട് അടുക്കുന്നു എന്നതിൻ്റെ ആദ്യത്തെ സൂചന. ഉത്തര കൊറിയയിലെ മാധ്യമങ്ങൾ ദക്ഷിണ കൊറിയക്കാർക്കും വായിക്കാം എന്ന ഒരു ഉത്തരവോടെയാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെയ് മ്യൂങ്ങിൻ്റെ നിലപാട് പ്രഖ്യാപനം. റോഡോങ് സിൻ മുൻ ഇനി ദക്ഷിണ കൊറിയയിലും വിതരണം ചെയ്യും എന്ന്. സാധാരണക്കാർക്ക് വാങ്ങി സൂക്ഷിക്കാനാകില്ല. ആദ്യഘട്ടത്തിൽ ലൈബ്രറികളിൽ വായിക്കാൻ എത്തും. അവിടെ പോയിരുന്ന് സാധാരണക്കാർക്ക് വായിക്കാം. ഉത്തര കൊറിയയിലെ പത്രം വായിച്ചാൽ ദക്ഷിണ കൊറിയയിൽ എല്ലാവരും കമ്മ്യൂണിസ്റ്റുകളാകും എന്ന് കരുതുന്നില്ല എന്നാണ് ലീ ജെയ് മ്യൂങ്ങിൻ്റെ പ്രതികരണം വന്നത്. ഇത്രയും കാലം ഉത്തര കൊറിയയുടെ ഏതെങ്കിലും പ്രസിദ്ധീകരണം ഗവേഷണ ആവശ്യത്തിന് പോലും വായിക്കാൻ ദക്ഷിണ കൊറിയയിൽ നിരോധനം നിലവിലുണ്ടായിരുന്നു. സർക്കാരിൻ്റെ ഉദാരമായ തീരുമാനം പുറത്തു വന്നതോടെ ദക്ഷിണ കൊറിയയിൽ അതിനെ എതിർക്കുന്നവരും തങ്ങളുടെ അഭിപ്രായ പ്രകടനവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അമേരിക്കൻ വാദികളായ സമൂഹത്തിലെ ചിലർ ഉത്തര കൊറിയയിലെ പത്രം വായിച്ച് യുവതലമുറ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് അമേരിക്കൻ വാദികളായ ഈ സംഘങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഉത്തര കൊറിയ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാം ഉള്ളിൽ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, ചില ധാരണകൾ. പലതും മാധ്യമങ്ങൾ നൽകിയ, അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വിവരങ്ങളിൽ നിന്ന് രൂപപ്പെട്ടതാണ്. ഉത്തര കൊറിയ അതിന് മറുപടി നൽകാറില്ല എന്നുള്ള ഒരു പതിവ് രീതി ഉള്ളതുകൊണ്ട് ആ വാർത്തകൾ എതിരില്ലാതെ അങ്ങനെ നമ്മുടെ മനസ്സിലേക്ക് നിൽക്കും, പടർന്നുകൊണ്ടിരിക്കും. ഉത്തര കൊറിയയിൽ മാധ്യമങ്ങൾ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളതിനാൽ പുറം ലോകത്ത് നടക്കുന്നത് എന്താണെന്ന് അവിടെ നടക്കുന്നത് എന്താണെന്ന് പുറം ലോകമോ കൃത്യമായി അറിയാവുന്ന ഒരു സാഹചര്യവും ഇല്ല. എന്തായാലും ഈ സാഹചര്യത്തിൽ കിം ജോങ് ഉന്നും ഉത്തര കൊറിയയും വീണ്ടും ചർച്ചകളിൽ നിറയുന്നതാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയിൽ ഭരണം നടത്തുന്ന കിം ജോങ് ഉന്നിൻ്റെ കുടുംബക്കല്ലറ കിമ്മിൻ്റെ മകൾ സന്ദർശിച്ചതിൻ്റെ വാർത്തകളും ചിത്രങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. ഈ ചിത്രത്തിൽ നിന്നാണ് പുതിയ ചർച്ച വരുന്നത്. കുറേ കാലമായി ഉത്തര കൊറിയയിൽ ഭരണമാറ്റം ഉണ്ടാവുമെന്ന് ലോകമാധ്യമങ്ങൾ വാർത്തകൾ നൽകുന്നുണ്ട്. 2011 പിതാവ് കിം ജോങ് ഉൻ മരണമടഞ്ഞതിനെ തുടർന്നാണ് അന്ന് 28 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന കിം ജോങ് ഉൻ ഉത്തര കൊറിയയുടെ ഭരണത്തിൽ എത്തുന്നത്. ഇപ്പോൾ 15 വർഷം പിന്നിടുമ്പോഴും പ്രായം 40കളുടെ തുടക്കത്തിലാണെങ്കിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കിമ്മിനെ അലട്ടുന്നു. അതിൻ്റെ തുടർച്ചയായിട്ടാണ് പിൻഗാമിയെക്കുറിച്ചുള്ള ആലോചനകൾ വരുന്നത് എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നുണ്ട്. അതുകൊണ്ട് 13-കാരി എന്നത് അതൊരു പ്രശ്നമേ അല്ല. കിം ജോങ് ഉന്നുമായി അഭിപ്രായ വ്യത്യാസത്തിൽ രാജ്യം വിട്ട സഹോദരനെ മലേഷ്യയിൽ കോലാലംപൂർ എയർപോർട്ടിൽ വെച്ച് വധിച്ചു എന്നതും വലിയ വാർത്തയായി വന്നു. പിൻഗാമിയെക്കുറിച്ചുള്ള ആദ്യകാല വാർത്തകളിൽ നിറഞ്ഞു നിന്നത് കിമ്മിൻ്റെ ഇളയ സഹോദരിയായ കിം യോ ജോങ് ആയിരുന്നു. ഉത്തര കൊറിയയുടെ അന്താരാഷ്ട്ര വേദികളിൽ നിറഞ്ഞു നിന്നിരുന്ന അവർ അധികം വൈകാതെ കിമ്മിൻ്റെ സ്ഥാനം ഏറ്റെടുക്കും എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഇടയ്ക്കിടയ്ക്ക് വാർത്ത വരും.
എന്നാൽ ഈ പുതുവത്സരത്തിലാണ് 13-കാരിയായ മകളുടെ ഒപ്പം അദ്ദേഹം കുടുംബ ശവക്കല്ലറ സന്ദർശിക്കുന്ന കാഴ്ച, ആ ചിത്രം അവർ ഔദ്യോഗികമായി പുറത്തുവിടുന്നത്. അതോടെയാണ് പിൻഗാമിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഈ മകളിലേക്ക് കേന്ദ്രീകരിച്ചത്. എങ്കിലും എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് നടന്നു കഴിഞ്ഞ് പിന്നെയും കുറേ കാലം കഴിഞ്ഞാലാണ് സാധാരണ നമ്മൾ അറിയാറുള്ളത്. വരുന്ന വാർത്ത പലപ്പോഴും ശരിയാകാറുമില്ല. അധികാര കൈമാറ്റ ചർച്ചകൾ നടക്കുമ്പോൾ തന്നെ ഉത്തര കൊറിയയിലും കൊറിയൻ ഉപദ്വീപിലാകെയും നടക്കുന്ന രാഷ്ട്രീയ മാറ്റങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഒന്നാമതായി പറഞ്ഞത്. ഈ പത്രത്തിൻ്റെ നിരോധനം ദക്ഷിണ കൊറിയ പിൻവലിച്ചു എന്നുള്ളത്. കഴിഞ്ഞ അരനൂറ്റാണ്ടിലേറെയായി കീരിയും പാമ്പും പോലെ കഴിയുന്ന ഉത്തര ദക്ഷിണ കൊറിയകൾ പതിയെ സമാധാന പാതയിലേക്ക് കടക്കുന്നതിൻ്റെ സൂചനയാണത്. എന്തുകൊണ്ടാണ് ഈ നയം മാറ്റം? ഇത് പരിശോധിച്ചാൽ അന്താരാഷ്ട്ര കാഴ്ചപ്പാടിൽ തന്നെ ദക്ഷിണ കൊറിയ മാറ്റം വരുത്തുന്നു എന്ന വ്യക്തതയിലേക്ക് നമ്മളെത്തും. ദക്ഷിണ കൊറിയയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റിൻ്റെ വരവ് അത് സുപ്രധാനമാണ്. ഇതുവരെയുള്ള അമേരിക്കൻ പക്ഷപാതവും അന്ധമായ ഉത്തര കൊറിയ വിരോധവും നേതൃത്വത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കുന്നത്. ഒരു ഫാക്ടറി തൊഴിലാളിയുടെ മകനായി ജനിച്ച് വളർന്ന് ദക്ഷിണ കൊറിയയുടെ പ്രസിഡന്റായ ലീ ജെ മ്യൂങ്ങിൻ്റെ കാര്യം വ്യത്യസ്തമാണ്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാണ്. 2014 രൂപീകരിക്കപ്പെട്ട ദക്ഷിണ കൊറിയയിലെ ഇടതാഭിമുഖ്യമുള്ള ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് കൊറിയ എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിട്ടാണ് ലീ ജെ മ്യൂങ് ഉയരുന്നത്. അദ്ദേഹം പിന്നീട് കഴിഞ്ഞ ജൂൺ മാസത്തിലാണ് ദക്ഷിണ കൊറിയൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. അതുവരെ തീവ്ര വലതുപക്ഷം ഭരിച്ചിരുന്ന ദക്ഷിണ കൊറിയ ഇതോടെ അമേരിക്കയുടെ ഒരു സാറ്റലൈറ്റ് ഭരണകൂടമായിട്ടുള്ള പ്രവർത്തനത്തിൽ ചില മാറ്റങ്ങൾ വരുത്തുകയാണ് എന്ന് വേണം കരുതാൻ. ഉത്തര കൊറിയയുമായുള്ള യാതൊരു സമാധാന ശ്രമങ്ങളെയും അമേരിക്കയ്ക്ക് താല്പര്യമില്ലാത്ത സാഹചര്യമായിരുന്നു മുമ്പുണ്ടായിരുന്നു. ഒന്നിനും പിന്തുണച്ചിരുന്നില്ല. എന്നാൽ ലീ ജെ മ്യൂങ് അധികാരത്തിലെത്തിയ ആദ്യം തന്നെ ഇതിൽ മാറ്റം വരുത്തുകയാണ്. അമേരിക്കയെ പ്രകോപിപ്പിക്കും എന്ന് ഉറപ്പാണ്. ചുരുങ്ങിയ നാളുകൾ കൊണ്ട് അതിർത്തികളിൽ വലിയ മൈക്കുകളിലൂടെ നടത്തിയിരുന്ന ഉത്തര കൊറിയക്കെതിരായ പ്രൊപ്പഗണ്ട പ്രചരണങ്ങൾ അവസാനിപ്പിച്ചു. നിങ്ങൾ ഈ ട്രാവലേഴ്സിൻ്റെയൊക്കെ വീഡിയോകളിലൊക്കെ കണ്ടിട്ടാവും ഈ കൊറിയയുടെ അതിർത്തിയിൽ വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ഈ പ്രചരണങ്ങൾ. അതൊക്കെ ഇനി പിൻവലിച്ചു. അതിന് പിന്നാലെ സെപ്റ്റംബറിൽ നടന്ന ഐക്യരാഷ്ട്രസഭ സമ്മേളനത്തിൽ മ്യൂങ് ഉത്തര കൊറിയയുമായി സഹകരിക്കുന്നതിനായി 3 തലത്തിലുള്ള മാർഗങ്ങൾ തുടങ്ങി എന്ന് പ്രഖ്യാപിച്ചു. END എന്ന ചുരുക്കപ്പേരിൽ അവ അറിയപ്പെട്ടു. എക്സ്ചേഞ്ച്, നോർമലൈസേഷൻ, ഡീന്യൂക്ലിയറൈസേഷൻ. ഈ വാക്കുകളുടെ ചുരുക്കമായിരുന്നു END. സാംസ്കാരിക ബന്ധങ്ങൾ പുനരാരംഭിക്കുക, പരസ്പര സഹായങ്ങൾ ചെയ്യുക, ഇതൊക്കെയാണ് എക്സ്ചേഞ്ച് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത്. ബലപ്രയോഗങ്ങൾ അവസാനിപ്പിക്കുക, ശത്രുതാപരമായ പ്രവർത്തനങ്ങൾ ഒഴിവാക്കുക, ഇതൊക്കെയാണ് നോർമലൈസേഷനിൽ പറയുന്നത്. മൂന്നാമത്തേത് ആണവ പരീക്ഷണങ്ങൾ നിർത്തുക എന്നത്. ഉത്തര കൊറിയ ഇതിനോട് അനുകൂലമായോ പ്രതികൂലമായോ പ്രതികരിച്ചിട്ടില്ല നിലവിൽ. എങ്കിലും സമാധാന ശ്രമങ്ങൾ തടസ്സമില്ലാതെ മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ നിലപാടുകളിൽ നിന്നും വ്യക്തമാകുന്നത്. ദക്ഷിണ കൊറിയയ്ക്കും അതൃപ്തിയില്ല എന്ന് മനസ്സിലാക്കാം. 2ാം ലോക മഹായുദ്ധത്തിന് ശേഷം പരാജയപ്പെട്ട രാജ്യങ്ങളെ സഖ്യകക്ഷികൾ പങ്കുവെച്ചെടുത്തതിൻ്റെ ഭാഗമായിരുന്നു കൊറിയകളുടെ വിഭജനം. അല്ലാതെ കൊറിയൻ ജനത സ്വന്തം താല്പര്യത്തിൽ 2 രാജ്യങ്ങളായി മാറിയതല്ല, ഉത്തരവും ദക്ഷിണവും ആയി മാറിയതല്ല. ഉത്തരഭാഗം സോവിയറ്റ് യൂണിയനെയും ദക്ഷിണഭാഗം അമേരിക്കയും നിയന്ത്രിച്ചു. അമേരിക്കയ്ക്ക് കിഴക്കൻ ഏഷ്യയിൽ മറ്റ് സ്വാധീനമില്ലാതിരുന്നതിനാൽ ദക്ഷിണ കൊറിയയെ അമേരിക്ക സ്വന്തം കോളനിയെ പോലെയാണ് മുന്നോട്ട് കൊണ്ടുപോയത്. എന്നാൽ കൊറിയകൾ വിഘടിച്ചു നിൽക്കേണ്ടതല്ലെന്നും അമേരിക്കൻ സേനയെ പുറത്താക്കി കൊറിയ ഏകീകരിക്കണമെന്നും ലക്ഷ്യമിട്ട് സോവിയറ്റ് സഹായത്തോടെ ഉത്തര കൊറിയ 1950 ദക്ഷിണ കൊറിയയെ ആക്രമിച്ചതോടെയാണ് ഇരു കൊറിയകളും വൈരം കൂടിയത്. അമേരിക്കൻ സൈന്യം തിരിച്ചടിച്ചതോടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായി. ഇരു കൊറിയകളും തമ്മിൽ ഒരിക്കലും അടുക്കാനാകാത്ത വിധം ശത്രുത ഉണ്ടായി, പിന്മടങ്ങി. പിന്നീട് അമേരിക്കൻ സൈന്യം നിയന്ത്രിക്കുന്നതിനാൽ ഉത്തര കൊറിയ ചൈനയുടെയും റഷ്യയുടെയും സഹായത്തോടെ മിസൈൽ പരീക്ഷണങ്ങൾ നടത്തി, സൈനിക ശേഷി വർദ്ധിപ്പിച്ചു. ഇതോടെ സമാധാനം എന്നത്തേക്കും അകലെയായ സാഹചര്യം. ഈ ഭൂതകാലം നിലനിൽക്കുമ്പോഴാണ് മ്യൂങ്ങിൻ്റെ വരവ്. ദക്ഷിണ കൊറിയയുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം ഉണ്ടായി. ഒടുവിൽ ഉത്തര കൊറിയയിൽ നിന്നുള്ള പത്രങ്ങളും മാസികകളും ദക്ഷിണ കൊറിയയിലെ ലൈബ്രറികളിൽ ലഭ്യമാക്കിയ തീരുമാനവും എത്തി. ഇതോടെ മ്യൂങ്ങിൻ്റെ നീക്കം അമേരിക്കയും ആശങ്കയിലാക്കി. വിഭജിച്ചു കിടന്നിരുന്ന ജർമ്മനിയുടെ ഒരുമ പോലെ കൊറിയയും ഒടുവിൽ ഒരുമിക്കുന്ന സാഹചര്യം ഉണ്ടാവുമോ? ഉണ്ടായാൽ അത് അമേരിക്ക അടക്കമുള്ള വൻകിട രാജ്യങ്ങളെ കാര്യമായി ബാധിക്കും. ജപ്പാന് മുകളിൽ തന്നെ കരുത്തുള്ള ഒരൊറ്റ രാജ്യം എന്ന സ്ഥിതിയിലേക്ക് കൊറിയ ഉയരും. ഈ സാഹചര്യത്തിലാണ് മ്യൂങ്ങിൻ്റെ നടപടിക്കെതിരെ ദക്ഷിണ കൊറിയയിലെ അമേരിക്കൻ പക്ഷപാതികളായവരിൽ നിന്നും കടുത്ത വിമർശനങ്ങൾ ഉയരുന്നത്. പൊതുസമൂഹം കൊറിയയിൽ അമേരിക്കൻ ആധിപത്യമുണ്ടായ കാലം മുതൽ ഉള്ളിൽ അമർത്തി വച്ചിരുന്ന അനിഷ്ടം ഒന്നാകെ പുറത്ത് കാണിക്കുന്നുണ്ട്. തങ്ങളുടെ സഹോദരങ്ങൾ എന്ന നിലയിൽ ഉത്തര കൊറിയയുമായി സൗഹൃദത്തിലാകുന്നത് ഭൂരിപക്ഷം ജനതയെയും ആഹ്ലാദിപ്പിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതേസമയം കിം ജോങ് ഉൻ ഇതുവരെ പരസ്യമായി നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. പക്ഷേ ഇടതുപക്ഷ ആശയധാര വഹിക്കുന്ന മ്യൂങ്ങിൻ്റെ നേതൃത്വത്തിൽ ദക്ഷിണ കൊറിയ സഞ്ചരിക്കുന്നത് അമേരിക്കയുടെ എതിർവശത്തേക്കാണ് എന്നത് വ്യക്തമാണ്. വെനസ്വേലയിൽ കണ്ടതുപോലെ പ്രസിഡന്റിനെ തന്നെ തട്ടിക്കൊണ്ടുപോയി കൈകാര്യം ചെയ്യുന്ന നിലയിലേക്ക് അമേരിക്ക ട്രംപ് പോകുമോ എന്നുള്ള ആശങ്കയും ഒരു ഭാഗത്തുണ്ട്. ഈ സാഹചര്യത്തിൽ കിം ജോങ് ഉന്നിൻ്റെ ജൂലൈ വരെയുള്ള
നിലപാടുകളിൽ ഒരു മാറ്റത്തിനുള്ള സാധ്യത അദ്ദേഹം പരസ്യപ്പെടുത്തുന്ന നാളുകൾ വന്നു ചേരും എന്ന് അമേരിക്ക പ്രകോപിതരായി ഇനി കൊറിയയിലേക്കും കടന്നു കയറുമോ എന്നും ഒക്കെയുള്ള കിംവദന്തികൾ പ്രചരിക്കുന്നും ഉണ്ട്. നമുക്ക് കാത്തിരുന്ന് കാണാം എന്തൊക്കെ സംഭവിക്കുമെന്ന്. നന്ദി, നമസ്കാരം.